ഹായ്. സോ ദിസ് ഈസ് ഡേ 2 ഇൻ ബാലിയാണ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത് രാവിലെ. സമയം ഇപ്പോൾ 8 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇത് സൈഡിൽ ഫുഡ് കഴിക്കാൻ സ്ഥലം. ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മളങ്ങനെ ഇന്ന് സ്കൂട്ടർ റെൻ്റ് ഹോസ്റ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂട്ടറാണ്. ദിസ് വൺ ഓക്കെ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചുറ്റിനൊന്ന് നടന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സ്ക്രാച്ച് ഉണ്ടോ, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രൂഫ് പോലെയാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 600 രൂപയാട്ടോ എനിക്കായത് ഇവിടെ. ഇപ്പോൾ ഹെൽമെറ്റും മേടിച്ച് ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലം. നമുക്ക് ഹെൽമെറ്റും പറഞ്ഞു നമ്മളിവിടെ ലോക്കലി പെട്രോൾ അടിക്കും കേട്ടോ. നമ്മൾ ഇതേപോലത്തെ ഒരു കടയിൽ നിന്ന് നോക്കി നമ്മൾ വേറെ രാജ്യത്ത് വന്ന് നമ്മളിവിടെ സ്കൂട്ടർ പൊക്കോണ്ടിരിക്കും കേട്ടോ. വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലായിട്ട് പോകും. നമ്മൾ സൂക്ഷിച്ച് ആപ്പ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ അങ്ങോട്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ സിഗ്നലിൽ കിടക്കും കേട്ടോ. വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നു. ഇനി അടുത്ത നമ്മുടെ സിഗ്നലിൽ നമ്മുടെ നാട്ടിൽ ഉത്സവം പെരുന്നാൾ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ കുരുത്തോല ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമല്ലോ. അതേപോലെ തന്നെ കേട്ടോ ഇവിടെ നോക്കി. ഇതാണ് കേട്ടോ അമ്പലം. രസമല്ലേ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ രീതി. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്നത്. ഇവിടെ നോക്കിയും കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് ഇവിടെ ആൾക്കാരൊന്നും സിഗ്നലൊന്നും നോക്കത്തില്ല കേട്ടോ. വെറുതെയും കയറി പോവാം. ഒരു തക്കം കിട്ടി അപ്പം തന്നെ അവർ കയറി പോകും. പക്ഷേ സിഗ്നൽ റെഡ് ആണെങ്കിലും ആൾക്കാരങ്ങനെ നോക്കത്തൊന്നുമില്ല. ശരിക്കും ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ടല്ലേ. നോക്കി സൈഡിൽ 2 കടകളും നമ്മുടെ നാട് പോലെ അല്ലേ. വേറൊരു രാജ്യമാണെന്ന് നമുക്ക് കണ്ട തോന്നത്തില്ല കേട്ടോ. നോക്കി ഈ മതിലൊക്കെ നോക്കി അടിപൊളി ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കാട്ടോ. വണ്ടി ഓടിക്കാൻ ഭയങ്കര സൂക്ഷിച്ച് വേണം. ഇത് നമ്മുടെ നാട് തന്നെ നോക്കി. സെയിം ഇല്ല കാടും വാഴയും സെയിം ഓടിട്ട വീടുകളും സൈഡിൽ ഇതുപോലെ 5 കിലോമീറ്റർ ആണോ. അങ്ങനെ നമ്മൾ എത്താറായി കേട്ടോ താനാലോട്ട്. അങ്ങനെ ഇവിടെ വന്ന് വണ്ടി വെച്ച് ഇനി നമുക്ക് നേരെ അമ്പലത്തിനകത്തേക്ക് പോവാതെ. താനാലോ ടെമ്പിളിൻ്റെ ടിക്കറ്റ് എടുത്തോടെ ഞാൻ ഇവിടുന്ന്. എന്നിട്ട് നമ്മൾ നേരെ 75,000 രൂപ. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 300 രൂപയൊക്കെ ആവും. നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും പോലെ ഇവിടെയും കുറേ കടകളുണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്ക്. ഓക്കെ, കുറേ ഡ്രസ്സ് ഇതെല്ലാം ഗേൾസിൻ്റെ കേട്ടോ. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഹായ്. അടിപൊളി കുറേ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി മറ്റേ ബൊമ്മയുടെ കുറേ സൂനിയേഴ്സും അടിപൊളി പെയിൻറ്റിങ്സ് കേട്ടോ. അടിപൊളി കടകളുണ്ട് കേട്ടോ ഇവിടെ നോക്കി. ഫുള്ള് വുഡൻ ആർട്സും. ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ. സൂനിയർ ഷോപ്സ് ഉണ്ട് കുറേ. അഫോർഡബിൾ പ്രൈസ്. 100 രൂപയ്ക്ക് 4 പീസ് 5 പീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് താനാലോ ടെമ്പിളിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രശസ്തവും മനോഹരമായ ഒരു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു താനാലോട്ട് ടെമ്പിൾ. കടലിൻ്റെ നടുവിലുള്ള ഒരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പകൽ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു കുടയായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര വെയിലും നല്ല ചൂടുമാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. പിന്നെ ബാലിനീസ് ഭാഷയിൽ താന എന്നാൽ ഭൂമിയെന്നും ലോട്ട് എന്നാൽ കടലെന്നുമാണ് അർത്ഥം. അതായത് കടലിലെ ഭൂമി. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ ദാങ്ഹ്യാങ് നിരാർത്ത എന്ന ഒരു പുരോഹിതനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ താഴെ കടലാട്ടോ, വെള്ളമാണ്. ഇതൊരു പാറയുടെ മണ്ടയ്ക്കാണിത്. ബാലിയിലെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ 7 സമുദ്ര ക്ഷേത്രങ്ങളിലൊന്നാണിത്. വേലിയേറ്റ സമയത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ദ്വീപ് പോലെ കാണപ്പെടും. വേലി ഇറക്ക സമയത്ത് മാത്രമേ ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകാൻ സാധിക്കൂ. ഇവിടെ കുറേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം.
നോക്കി. സൺസെറ്റ് സമയം ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും സൺസെറ്റ് സമയത്ത് ഇവിടെ വരാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് വേറെ സ്ഥലം നോക്കാം. കാരണം ഒരു ക്ലിഫ് പോലെ ഒരു അമ്പലം സൺസെറ്റും ഒക്കെ ആയാൽ എന്ത് രസമായിരിക്കും. ഹൈറ്റൈഡ് സമയത്ത് ഇവിടെ മൊത്തം വെള്ളം കയറും കേട്ടോ. ഇവിടെ മൊത്തം വെള്ളം കയറും. ഇപ്പം എന്തായാലും വെള്ളമില്ല. ഇടുങ്ങിയ വഴി കേട്ടോ. ഫേമസ് ഹലുവ കോഫി. ഈ ചെറിയ വഴി കൂടെ കയറി വന്നുള്ളിടത്തെല്ലാം റെസ്റ്റോറൻ്റ് ആട്ടോ. നമുക്കിങ്ങനെ ബീച്ച് ഫേസ് ആയിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. ഫുള്ള് റെസ്റ്റോറൻ്റാണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് മോഹം കഴിക്കാം കേട്ടോ. ഇവിടെ നിന്നൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ അടുത്ത് ഒരു 15 കിലോമീറ്റർ അപ്പുറം ചാങ്കു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫിൻസ് ബീച്ച് ക്ലബ്ബ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്താൽ അവിടെ കേട്ടോ. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറേ ഇതേപോലെ ഷോപ്സ് ഉണ്ട്. ഡ്രസ്സസും ബാഗ്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഫുൾ ലേഡീസിൻ്റെ കേട്ടോ. ലേഡീസിന് കുറേ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ ഫിൻസ് ബീച്ച് ക്ലബ്ബിൽ പോകാം. സെറ്റ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകും. ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. ഓക്കെ, പോകുന്ന വഴി കാണാം.